ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യവുമായി സംസ്ഥാനത്തും പ്രതിഷേധം കനക്കുകയാണ്. വിവിധയിടങ്ങളിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. പലയിടത്തും മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ജന്തർ മന്ദറിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ലോക്ഭവനിലേക്ക് SFI അവകാശ പത്രികാ സമർപ്പണ മാർച്ച് നടന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം മാർച്ച് സംഘർഷഭരിതമായി. വിദ്യാർത്ഥികൾ ബാരിക്കേഡുകൾ മറികടന്നു. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ലോക്ഭവന് മുന്നിൽ തടിച്ചുകൂടി. പാലക്കാടും SFIയുടെ കടുത്ത പ്രതിഷേധമുണ്ടായി. പാലക്കാട് 4 SFI പ്രവർത്തകർ അറസ്റ്റിലായി. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു SFI പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ പോലീസുമായി സംഘർഷത്തിലേർപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റിലായത്. ഇവിടേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തിയിരുന്നു. കോട്ടയത്തും SFI പ്രതിഷേധം നടക്കുകയാണ്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധം ശക്തി ചോരാതെ തുടർന്നു. കോട്ടയത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട്ടും SFI പ്രതിഷേധം തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്ന പ്ലക്കാർഡുകളും ബാനറുകളും പിടിച്ചാണ് SFI പ്രതിഷേധം. കൊച്ചിയിലുണ്ടായ പ്രതിഷേധത്തിൽ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും കുഴഞ്ഞു വീണു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.